ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ലൈവിൽ ഇപ്പോൾ നടന്നത് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടായിരുന്നു, ഓരോരുത്തരെ വരെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് സംസാരിപ്പിക്കുക. അതായത് പ്രേക്ഷകരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇനി ഫിനാലെ അടുത്തല്ലോ, അപ്പം അവർക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുള്ള ഒരു അവസരം, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത്ര നാളത്തെ ബിഗ് ബോസ് ഹൗസിലത്തെ ജീവിതത്തിൽ എന്താണ് പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ അനുഭവം എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴേക്കും ഷാനവാസിന് കരച്ചിൽ വരികയാണ്. പുള്ളി കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അത് എന്തിനാണോ എനിക്കറിയില്ല. പുള്ളി പറയുകയാണ്, ആദ്യമേ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ പ്രേക്ഷകരോടാണ്. കാരണം ഇത്രയും കാലം എന്നെ ഇവിടെ നിർത്തിയതിന് പ്രേക്ഷകരോടാണ് നന്ദി പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസിൻ്റെ ക്യാരക്ടറിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ബിഗ് ബോസ് ഹൗസിലും പുറത്തൊക്കെ എനിക്ക് ഓരോ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാറി പുതിയൊരു മനുഷ്യനായി തീരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിൽ കുറേ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പല കാര്യങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ മാറ്റാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. പിന്നെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, ഞാനിവിടെ പല ടാസ്കുകളും ചെയ്യുമ്പോൾ എനിക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാനതെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ടാസ്കുകൾ നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ 100% കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ 100% ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ അതിൽ സക്സസ് ആയിട്ടുണ്ട്. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു അതിജീവനത്തിൻ്റെ ഗെയിമും കൂടെയാണ്. അപ്പോൾ നിങ്ങളത് അതിജീവിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കാരണം ഷാനവാസിന് ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഇനി 9 ദിവസം കൂടെ ഉള്ളൂ, ബിഗ് ബോസ് പറയുകയാണ്, ഇനി 9 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാം റെഡിയാവും എന്നൊക്കെ പറയുന്നു. ഇതാണ് സംഭവം. താങ്ക്